നീ എന്താ ഛർദിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി, ഒന്നുമില്ലേ? എടി, രണ്ടു പെറ്റവളാണ് ഞാൻ. സത്യം പറ, നിനക്കെന്ത് പറ്റി? എനിക്ക് മാപ്പ് തരുമെന്ന് എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നത്. നീ എന്തിനാ നെയ്ച്ചത്തെ തലയ്ക്കുന്നത്? എന്തിനാണെന്നോ? നമ്മുടെ മോള് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നതാണെന്ന് അറിയാമോ? എന്നതാ? അവൾ പിഴച്ചു പോയി. സത്യം പറ, ആരാണ് ഇതിന് കാരണക്കാരൻ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയിക്കാം. അമ്മ ഇങ്ങോട്ട് മാറി അകത്തേക്ക് കയറി. പറയില്ല അല്ലേ മോനെ? പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഒന്ന് ഞാൻ കൊല്ലും. ഒരു കുപ്പി എടുത്തോണ്ട് വേടാ. ഇന്നും ഇവിടെ കുടിച്ച് കണ്ടിട്ടില്ല, ഇനി കുടിക്കണ്ട. എടുത്തോണ്ട് വേണം വന്നത്. എന്താ തോമ? നമ്മുടെ ആലീസ് തൂങ്ങി മരിച്ചു. ആലീസിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്. അച്ഛനെ ജെയിംസ് അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ? അച്ഛൻ മേടയിലുണ്ട്. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറയുന്ന കേൾക്കും. എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും.
തന്നെ കൊല്ലാൻ. ജീപ്പ് കയറ്റ്. ഏതോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സാർ. കോൺസ്റ്റബിൾ ഇവിടെ വരൂ. യെസ് സാർ. നിങ്ങൾ ഇവിടെ നിൽക്കൂ. പ്രതിയെ ഞാൻ കോടതിയിൽ കൊണ്ടുപോകാം. യെസ് സാർ. ജീപ്പിൽ നിന്ന് പ്രതി എവിടെ?
എന്റെ പൊന്നുമോളെ, എന്നെ ഇട്ടിട്ട് പോയോ? അമ്മച്ചിക്ക് നീ ആരില്ലേ? കരയാതെ റീത്ത, ഇനി അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യരുത്. നീ എണീക്ക്. എണീക്ക്. നാരായണകുട്ടി, എന്തോ പത്നിക്കഞ്ചി കാലായ റെഡിയാ നീ അങ്ങോട്ട് ചെല്ലേ. എത്തപ്പനെ, നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കും. കുളിച്ചു വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട. നിന്നോട് ഞാനല്ലേ പറയുന്നത്, നീ എനിക്ക് കുളിച്ചു വല്ലതും കഴിക്കും. എനിക്ക് അറിയത്ത അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ റീത്ത. അവൾ ആത്മഹത്യ ചെയ്തല്ലേ ചാക്കോച്ച? ആ നിലയ്ക്ക് ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചൻ അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നാഞ്ഞിട്ടല്ല അച്ചോ, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കടാ തോമ, പോ അപ്പുറത്ത്. അച്ചോ, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പാനും റീത്തയ്ക്ക് വരുന്ന നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നതാച്ചോ. ചാക്കോച്ചൻ എന്താ ഈ പറയുന്നത്? അതാണച്ചോ സത്യം. വകതിരിവില്ലായ്മ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ? അച്ഛനോട് കാണിച്ച കടുംകൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണോ? പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാ ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസ്സാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസ്സാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം. അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തതോ കൊല ചെയ്യപ്പെട്ടതോ അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ഹലോ, DYSPയുടെ ഓഫീസല്ലേ? ഞാൻ ഫാദർ ജെയിംസ് ആണ്. ഞാൻ കുറിപ്പാണച്ചോ. അദ്ദേഹം IG-യുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വിളിക്കണ? ഓ വേണ്ട. ഇവിടെ ഒരു മരണം നടന്നു. ആത്മഹത്യയാണെന്ന് കണക്കാക്കി ശവം മറവ് ചെയ്തു. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അച്ഛൻ നേരിട്ട് വന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്. ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം. ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ? ശരി, നാളെ കാണാം.
അച്ഛനോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വണ്ടി അല്പം ലേറ്റായി പോയി. ചേട്ടന്റെ പ്രോഗ്രാം എല്ലാം തെറ്റിയോ? ഇരിക്കൂ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. 2 ദിവസമായി ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തിരക്കുകൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. ഓ, അത് സാരമില്ല. IG സ്ഥലത്തുണ്ടല്ലേ? ഇല്ല, ഇന്നലെ പോയി. DG ഉണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് കോൺഫറൻസ് തീരും. ആട്ടെ, മുറിവെങ്ങനെ ഇരിക്കുന്നു? ഓ, ഒരു ചെറിയ മുറിവ്, നോട്ട് സീരിയസ്. എന്നെ പോലെ പോലീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു. ആട്ടെ, എന്താ സംഭവം? അവിടെ ഒരു ആത്മഹത്യ നടന്നു. അത് ആത്മഹത്യയല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ പോസ്റ്റ്മോർട്ടം നടത്താതെ ജഡം മറവ് ചെയ്തു. മഹസർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ? ഞാൻ നാളെ കാലത്ത് അവിടെ വരാം. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഇതേപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വിശദമായി നാളെ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? ഓ, ചേട്ടനിപ്പോ കോൺഫറൻസ് ഉണ്ടല്ലോ. അപ്പോ നാളെ അവിടെ വെച്ച് പറയാം. അച്ഛൻ ഇന്ന് പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് വേണം. ഇവിടം വരെ ഞാൻ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയി അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ. നമുക്ക് നാളെ കാണാം.